ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് തന്നെ 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം സമൃദ്ധിയുടെ ഒരു സമയമാണെന്നാണ് കാണാൻ കഴിയുന്നത്. അതായത് നിങ്ങൾക്ക് ജയിച്ചേ പറ്റുകയുള്ളൂ എന്നൊരു തോന്നലൊക്കെ ഈ ഒരു സമയം തോന്നുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്കറിയാം ഇനി തോറ്റുപോകാൻ എനിക്ക് സമയമില്ല, എനിക്ക് ജയിച്ചേ പറ്റുകയുള്ളൂ, ഞാൻ വിജയിച്ചിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് ഒന്ന് റിലാക്സ് ആയിട്ടൊക്കെ ഇരിക്കാൻ പറ്റുമെന്നുള്ളതാണ്. നിങ്ങളുടെ ജയം അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇവിടെ ആഘോഷിക്കാൻ പറ്റുമെന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ നിങ്ങളുടെ ആ ഒരു പ്രവൃത്തിയുടെ ഫലം, നിങ്ങളുടെ നന്മയുടെ ഫലം, ആ ഒരു ഫലം ഈ ഒരു സമയം നിങ്ങൾ അനുഭവിക്കുന്നു എന്നാണ്. ഇപ്പോൾ നിങ്ങൾ ഫിനാൻഷ്യൽ സ്ട്രഗിളൊക്കെ അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ആശ്വാസം ലഭിക്കുന്നതിനുള്ള ആ ഒരു പണം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു എനർജിയാണ് ഇത്. ഇതിൽ നിങ്ങൾക്ക് മറ്റൊരു വ്യക്തിയുടെ അല്ലെങ്കിൽ മറ്റു ചില വ്യക്തികളുടെ സഹായം ലഭിക്കുന്നതായും കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വഴികളിലൂടെ നിങ്ങൾക്ക് സാമ്പത്തിക സഹായം ലഭിച്ചേക്കാം എന്നാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾ സാമ്പത്തികപരമായിട്ടൊക്കെ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇരിക്കുന്നു എന്നാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് 2 ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു എനർജിയാണിത്. നിങ്ങളൊരു ഡിസിഷനൊക്കെ എടുക്കാൻ പറ്റാതെ വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുന്നു എന്നാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു കണ്ണ് കെട്ടിയ ഒരു അവസ്ഥ, ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ 2 കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ അതിലൊന്ന് വിട്ടുകളയണോ അല്ലെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകണോ, ഇതിൽ എന്താണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടത്, എന്ത് ചെയ്യണം എന്നറിയാതെ ഇവിടെ ഇരിക്കുന്നു എന്നുള്ളതാണ്. കുറേ ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു പുതിയ ജോബ് ഓഫറൊക്കെ വന്നിട്ട് ഇപ്പോൾ നിങ്ങളത് ചെയ്യുന്ന കാര്യം വിട്ടുകളയണോ അല്ലെങ്കിൽ ആ ഒരു പുതിയ കാര്യം സ്വീകരിക്കണോ എന്ന് കൺഫ്യൂസ്ഡ് ആകാം. ചില ആൾക്കാർക്കിത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെയോ ഇഷ്യൂ ആയിട്ട് ഇതിനെ വിട്ടുകളഞ്ഞ് മുന്നോട്ട് പോകണോ എന്ന് ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവാം. അതായത് വിട്ടുകളഞ്ഞ് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് ചിലപ്പോൾ ആഗ്രഹമുണ്ടാകാം, പക്ഷെ അത് വിട്ടുകളയാൻ നിങ്ങളെക്കൊണ്ട് പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കൺഫ്യൂഷനിലാണ് നിങ്ങളെന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അതായത് എന്താണെന്ന് അറിഞ്ഞൂടാ അല്ലെങ്കിൽ എങ്ങനെയാണ് എന്ന് അറിഞ്ഞൂടാ, ഒരു കണ്ണ് കെട്ടിയ അവസ്ഥ. കുറേ ആൾക്കാർക്ക് തീരുമാനം എടുത്തേ പറ്റുകയുള്ളൂ, പക്ഷേ തീരുമാനമെടുക്കാൻ നിങ്ങളെക്കൊണ്ട് പറ്റുന്നില്ല. അത് ആരെയും വേദനിപ്പിക്കാതെ എടുക്കണമെന്ന് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. അപ്പോൾ ഒരു കർമ്മയും വരാതെ തീരുമാനമെടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. അപ്പോൾ അത്തരത്തിൽ നിങ്ങളിൽ ചില ആളുകൾ തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടുന്നു എന്നുള്ളതാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. പിന്നെ അടുത്തതായിട്ട് ഇവിടെ വന്നിട്ടുള്ളത് 9 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. ചിലപ്പോൾ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട് കുറേ ആളുകളും. അതായത് നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പ്രപ്പോസലുമായിട്ട് വരാനുള്ളൊരു സാധ്യതയുണ്ട്. അതായത് ഈ സമയം
ഒരു ഫിസിക്കൽ അട്രാക്ഷനോട് കൂടി ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി അവരൊരു ഓഫർ തരുന്ന ഒരു എനർജിയാണ്. അതുപോലെ നിങ്ങൾക്ക് ചിലപ്പോൾ ആരോടെങ്കിലും ഒരു ഫിസിക്കൽ അട്രാക്ഷനൊക്കെ തോന്നാനുള്ളൊരു സാധ്യതയും ഇതിൽ കാണുന്നുണ്ട്. ചിലപ്പോൾ ഇത് പെട്ടെന്ന് വന്നു പോകുന്ന ഒരു അഫെയർ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും റിലേഷൻഷിപ്പിലൊക്കെ ബാലൻസ് സൂക്ഷിക്കാൻ നിങ്ങൾ ശ്രമിക്കണം എന്നാണ്. അതായത് ഇപ്പോൾ ഒരാളെ കാണുന്നതിന് മുന്നേ ആ ആളുമായിട്ട് ഒരു ഡീപ്പായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് പോകാതിരിക്കുക. അപ്പോൾ ഇതിൽ ശരിക്കും ഇപ്പോൾ നിങ്ങൾക്കൊരു കവിതയൊക്കെ എഴുതാൻ തോന്നിക്കുന്ന വിധത്തിൽ ഒരു എക്സ്പീരിയൻസ്, ഇമോഷണൽ എക്സ്പീരിയൻസ് വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം, ഈ ഒരു പ്രണയം എന്ന് പറയുന്നത് ചിലപ്പോൾ പെട്ടെന്ന് വന്നിട്ട് പോകുന്ന ഒരു കാര്യമായിരിക്കാം നിങ്ങളുടെ ലൈഫിലേക്ക്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് അപ്രതീക്ഷിതമായി എത്തുന്ന ചില വ്യക്തികളെ നിങ്ങൾ ഇവിടെ മുൻകൂട്ടി മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്നൊരു മെസ്സേജ് കൂടി നൽകുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് കാണുന്ന ഒരു വ്യക്തിയുമായിട്ട് ഒരു ഡീപ്പായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് പോകാതിരിക്കുക എന്നാണ് നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. പിന്നെ ഇവിടെ 8 ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇത് കൂടുതലും എന്തെങ്കിലും ചീറ്റിംഗ് ഒക്കെ കിട്ടിയ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ട്രാപ്പിലൊക്കെ പെട്ടുപോയ കുറച്ച് ആൾക്കാരുടെ ഒരു എനർജി. അതായത് കുറേ കാലം കൊണ്ട് മറ്റുള്ളവരുടെ കൺട്രോളിൽ അകപ്പെട്ടിരുന്ന ആൾക്കാർ ഈ സമയം ഒന്ന് പുറത്തിറങ്ങാൻ തീരുമാനിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യം കിട്ടിയൊരു എനർജിയാണ്. നിങ്ങളായൊരു എനർജി, നിങ്ങളുടെ ഇഷ്ടത്തിനും നിങ്ങളുടെ സന്തോഷത്തിനും വില കൽപ്പിക്കാൻ നിങ്ങൾക്ക് സ്വയം പറ്റുന്ന ഒരു സമയമാണ് എന്നാണ് കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ നിങ്ങളിതിന് വേണ്ടിയിട്ട് സ്വയം തയ്യാറാവുന്നതുമാവാം. നിങ്ങൾക്ക് ഒരു ഡിവൈൻ ഗൈഡൻസ് ഉണ്ട്, അതുപോലെ ഒരു പ്രൊട്ടക്ഷനുമുണ്ട്. അപ്പോൾ ആ ഒരു പ്രൊട്ടക്ഷനോടുകൂടി നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ്. പുറത്ത് ഒരുപാട് തടസ്സങ്ങളുണ്ട് എന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ പോലും അതൊക്കെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും എന്നൊരു ആത്മവിശ്വാസം ഈ സമയം തോന്നിത്തുടങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ കുറേ ആൾക്കാർ ഒരു മെൻ്റൽ ട്രാപ്പിലൊക്കെ ഇരുന്ന ആളുകൾ നിങ്ങൾ സ്വയം ഒന്ന് ചേഞ്ച് ആകണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അതിൽ നിന്ന് പുറത്തിറങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടേതായ ഒരു ലോകം ക്രിയേറ്റ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വലിയൊരു ട്രാൻസ്ഫർമേഷൻ വരുന്നു എന്നുള്ളതാണ്. ഇത് നിങ്ങൾ സ്വയം ഇത്തരത്തിൽ ചിന്തിച്ച് മാറുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ മജീഷ്യനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ തന്നെ മാജിക് ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കാൻ തീർച്ചയായിട്ടും ഈ ഒരു സമയം ശ്രമിക്കുക. നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു മാജിക്ക് ചിലപ്പോൾ ഇതിൽ കുറേ ആൾക്കാരും ഹീലർമാരായിരിക്കാം. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ കൂടി ഹീൽ ചെയ്യുന്നത് പോലെ നിങ്ങൾ നിങ്ങളെ കൂടി ഒന്ന് ഹീൽ ചെയ്യാൻ ശ്രമിക്കുക എന്നൊരു മെസ്സേജാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ അതിനുള്ള പവർ ഉണ്ട്. കുറേ സമയം നിങ്ങളൊന്ന് മെഡിറ്റേറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ നിങ്ങൾ ആ ഒരു ഹീലിംഗ് നിങ്ങളിലേക്ക് കൂടി സ്വീകരിക്കുക. പിന്നെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യേണ്ട ഒരു സമയമാണ് എന്ന് കാണുന്നുണ്ട് ഈ ഒരു സമയം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അത് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ തീർച്ചയായും നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സമയം മാക്സിമം പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാജിക് കൊണ്ടുവരാൻ പറ്റിയ കാര്യങ്ങൾ അത് നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അത് നിങ്ങളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുക എന്നാണ്. അത് നിങ്ങൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ സമയം നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് ഒക്കെ എഴുതി വെക്കുക. നമ്മൾ എഴുതി വെക്കുന്ന കാര്യത്തെ അത് പ്രപഞ്ചം നടത്തി തരുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് എന്താണോ, നിങ്ങളുടെ ആവശ്യം എന്താണോ അത് നിങ്ങൾ ഒന്ന് എഴുതി വെക്കുക. നിങ്ങൾക്കിപ്പോൾ നല്ലൊരു വീട് വേണമെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു വണ്ടി വേണമെങ്കിലോ, അല്ലെങ്കിൽ നല്ലൊരു ജോലി വേണമെങ്കിലോ, അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളൊക്കെ മാറുന്നതിന് ഇതെല്ലാം നമ്മൾ എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും എന്നാണ്. നിങ്ങൾ എത്രമാത്രം പോസിറ്റീവായിട്ട് ഇരിക്കുന്നുവോ അത്രമാത്രം ഇതെല്ലാം ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാജിക് സംഭവിക്കുന്ന സമയമാണ്.
നിങ്ങൾ നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കുക. കാരണം നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള കഴിവുകളും ഉണ്ടെന്നുള്ളതാണ്. അത് നിങ്ങൾ ഒന്ന് ഉപയോഗിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുക. ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാജിക് സംഭവിക്കും എന്നുള്ളതാണ്. നിങ്ങളിലെല്ലാം ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അത് എടുത്തൊന്ന് ഉപയോഗിച്ചാൽ മാത്രം മതി എന്നുള്ളതാണ് നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. പിന്നെ ഇവിടെ 8 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ വിട്ടുകളയേണ്ട കാര്യങ്ങളെ വിട്ടുകളയണം എന്നുള്ളതാണ്. നിങ്ങളത് ഹോൾഡ് ചെയ്ത് വെക്കാതിരിക്കുക എന്നൊരു മെസ്സേജ് ഉണ്ട്. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ വിട്ടുകളഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടിയ കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇത് വേണം, അല്ലെങ്കിൽ ഇതില്ലാതെ എനിക്ക് പറ്റില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നതാണ്. ഇതിൽ കുറേ സന്തോഷം കണ്ടെത്തിയ നിമിഷങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ അതിൽ തന്നെ നമ്മൾ പിടിച്ചിരിക്കാതെ അതിൽ നിന്ന് മുന്നോട്ട് പോകാനൊന്ന് ശ്രമിക്കുക എന്നുള്ളതാണ്. നമുക്ക് പലതരത്തിലുള്ള ബ്ലോക്കേജസ് വരുന്നത്, ഇപ്പോൾ നിങ്ങളുടെ ജോലി സ്ഥലത്താണെങ്കിൽ പോലും നമ്മുടെ ഭാഗ്യത്തെ ഇല്ലാതാക്കി കളയുന്നതും എല്ലാം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മളിൽ നിൽക്കുന്നത് കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ആദ്യം ചിലപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു കാര്യം വിട്ടുകളയുമ്പോൾ ആദ്യം ചിലപ്പോൾ വേദനയൊക്കെ തോന്നും. പക്ഷെ എന്നാലും ഇതെല്ലാം തിരിച്ചറിയേണ്ടത് നല്ലതാണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ചില ചിന്തകൾ വിട്ടുകളഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ പുതിയ ചില പ്രതീക്ഷകളുമായി മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ്. ഇതിൽ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുന്ന ഒരു എനർജിയാണ്. അതായത് നിങ്ങൾ ആഗ്രഹിച്ചതും അല്ലെങ്കിൽ നിങ്ങൾ കുറേ സന്തോഷങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്തതുമായ കാര്യങ്ങളൊക്കെ വിട്ട് നിങ്ങളുടെ ആ ഒരു അനുഭവങ്ങളുമായി നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ ക്യൂൻ ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ സെൽഫ് കെയർ ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. ചിലപ്പോൾ നമ്മളുടെ കാര്യങ്ങളൊക്കെയും മാറ്റിവെച്ച് മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി നമ്മളെ വേണ്ട വിധം ശ്രദ്ധിക്കാതിരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജി ഇതിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ, നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് കൂടി നിങ്ങളൊന്ന് പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ളതാണ്. ഒരുപക്ഷെ പലപ്പോഴും നിങ്ങൾക്ക് സ്വയം ചിലപ്പോൾ തോന്നിയിട്ടുണ്ടായിരിക്കാം, എനിക്ക് പ്രാധാന്യം കിട്ടേണ്ടതായിട്ടുണ്ട് എന്ന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ഇനഫാണെന്നൊരു തോന്നൽ വേണം. എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റും എന്നൊരു തോന്നൽ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ വാങ്ങുക. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രം ഓരോ കാര്യങ്ങൾ ചെയ്യാതെ സെൽഫ് കെയർ ചെയ്യണം എന്നുള്ളതാണ്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് കൂടി നമ്മളൊന്ന് ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് നിങ്ങൾക്കിവിടെ നൽകുന്ന ഒരു മെസ്സേജ്. പിന്നെ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് തോന്നുന്ന ചില തോന്നലുകളെ അത് നിങ്ങൾ വിശ്വസിക്കാൻ ശ്രമിക്കുക എന്നാണ്. അപ്പോൾ ഇതിൽ നമ്മുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളുടെ സംതൃപ്തിക്ക് വേണ്ടിയിട്ടുമൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ഒരു ഹീലിംഗ് പവർ ഉള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഈ ഒരു ക്യൂൺ ഓഫ് കപ്സ് എന്ന് പറയുന്നത് ഒരു ഹീലറാണ്. അപ്പോൾ ആ ഒരു ഹീലിംഗ് പവർ നമുക്ക് വേണ്ടിയിട്ട് കൂടി നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക എന്നാണ്. അതുപോലെ കഴിഞ്ഞ കാലങ്ങളിലെ നിങ്ങളെ നൊമ്പരപ്പെടുത്തുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ ഓർത്ത് നിങ്ങൾ വിഷമിക്കുന്നത് അത് പതിയെ പതിയെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ ചില ആളുകൾ തിരിച്ച് പ്രതിഫലം ആഗ്രഹിക്കാത്ത ചില സഹായങ്ങൾ നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ്. അതായത് തിരിച്ചു കിട്ടുന്നതിനേക്കാളും അങ്ങോട്ട് കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കും. മറ്റുള്ളവരെ അനുകമ്പയോടുകൂടി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ജെനുവിനായിട്ട് സ്നേഹിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നു എന്നാണ്. അതുപോലെ നിങ്ങളിലേക്ക് കൂടുതൽ ആളുകൾ അട്രാക്റ്റഡ് ആകുമെന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങളെ കാണുമ്പോൾ തന്നെ ഈ ഒരു സമയം ചിലപ്പോൾ പെട്ടെന്ന് ആളുകൾ ശ്രദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. മറ്റുള്ളവർ പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന തരത്തിൽ ഒരു ലവിങ് എനർജിയാണ് ഈ സമയം നിങ്ങൾക്കുള്ളത് എന്നാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ ഹാങ്ഡ് മാൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഒരു തിരിച്ചറിവിൻ്റെ സമയമാണ് ഇതെന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മളുടെ ഫാമിലിയേക്കാൾ ഏറെ നമ്മൾ വേറെ പല ആൾക്കാർക്കും പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരിക്കണം. ചിലപ്പോൾ അതൊരു റിലേഷൻഷിപ്പിനോ അല്ലെങ്കിൽ
ഒരു സൗഹൃദത്തിൻ്റെ പേരിലോ ഒക്കെ നമ്മളുടെ കുടുംബത്തിന് ചിലപ്പോൾ ഒരു പ്രയോറിറ്റി കൊടുക്കാതെ മറ്റുള്ളവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്ന ആൾക്കാർക്ക് ഒരു തിരിച്ചറിവ് വരുന്ന ഒരു സമയമാണ്. നമ്മൾക്ക് വേണ്ട സമയത്ത് നമ്മളുടെ കൂടെ ഉണ്ടാവുന്നത് എപ്പോഴും നമ്മുടെ കുടുംബമായിരിക്കും. ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതൊരു തിരിച്ചറിവ് തന്നെയാണ്. ജീവിതത്തിൽ നമുക്ക് ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മളുടെ കുടുംബത്തോടൊപ്പം ഇരിക്കുന്ന ആ ഒരു സെക്യൂരിറ്റി അത് നമുക്ക് വേറൊരിടത്തു നിന്നും കിട്ടൂല. അപ്പോൾ ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ്. ഇതിലൊരു സ്പിരിച്വൽ അവേക്കണിങ്ങിൻ്റെ സമയമാണ് എന്നും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ക്രൗൺ ചക്രയൊക്കെ ഒന്ന് ആക്റ്റീവ് ആകുന്നുണ്ട്. നിങ്ങൾക്ക് പുതിയ ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്, മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു യൂണിവേഴ്സൽ എനർജി സ്വീകരിക്കാൻ തീർച്ചയായിട്ടും പറ്റുന്നുണ്ട്. മാത്രമല്ല സ്പിരിച്വൽ ആയിട്ടുള്ള കുറേ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഏത് സമയം വരുന്നുണ്ടായിരിക്കാം. അപ്പോൾ സോൾ ലെവൽ എക്സ്പീരിയൻസ് വരുന്നുണ്ടായിരിക്കാം. പല ആൾക്കാർക്കും ഇതിൽ സോളിൻ്റെ ആ ഒരു പ്രസൻസ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 3 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളെ സഹായിക്കാനും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും ആളുകൾ വരുന്ന ഒരു സമയമാണ്. അതിപ്പോൾ നിങ്ങളുടെ ജോലിയിലായിരിക്കാം, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാക്കി തരാനായിട്ട്, നിങ്ങളെ പഠിപ്പിച്ച് തരാൻ വേണ്ടിയിട്ട് ആരെങ്കിലും വരുന്നുണ്ടായിരിക്കാം. അത്തരത്തിലൊരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളിലും നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആളുകളെ ദൈവം നിയോഗിക്കുന്ന ഒരു സമയമാണ് ഇത്. ചിലപ്പോൾ അതൊരു ഗൈഡൻസിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള മറ്റേതെങ്കിലും കാര്യത്തിലൂടെ നിങ്ങളുടെ ആ ഒരു എനർജി ലെവലുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ളൊരു കണക്ഷൻ ഈ ഒരു സമയം ഉണ്ടാകുന്നു എന്നാണ്. ഇത് ചില ആളുകൾക്ക് നിങ്ങൾ 2-3 ആളുകൾ ചേർന്ന് ഒരു ബിസിനസ്സൊക്കെ തുടങ്ങാൻ തീരുമാനിക്കുന്നതുമാവാം. ഇപ്പോൾ അങ്ങനെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് തുടങ്ങി വയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ ജസ്റ്റിസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ നിങ്ങളുടെ ആ ഒരു കർമ്മഫലം നിങ്ങളിലേക്ക് എത്തുമെന്നുള്ളതാണ്. ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ ചെയ്ത നല്ല കർമ്മത്തിൻ്റെ ഫലം ഈ സമയം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ചിലപ്പോൾ ഒരുപാട് വിഷമിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ദൈവാനുഗ്രഹത്താൽ നിങ്ങൾക്ക് എന്തോ ഒന്ന് സാധ്യമാകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കോടതിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കേസ് എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ ഇതിൽ കുടുംബസംബന്ധമായ എന്തെങ്കിലും കേസുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നീതി ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള പല നന്മകളും അല്ലെങ്കിൽ പല അനുഗ്രഹങ്ങളും വന്നു ചേരുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്ക് ഒരു ഫലം ലഭിക്കും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അടുത്തതായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് 10 ഓഫ് വാൺസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ഭാരം ചുമന്ന് വന്ന് തളർന്നിരിക്കുന്ന കുറച്ച് ആളുകളുടെ ഒരു എനർജി ഉണ്ട് ഇതിൽ. കാരണം ഒരുപാട് ഭാരം ഇപ്പോൾ നിങ്ങളുടെ ചുമലിലായിരിക്കാം. അതായത് കുടുംബത്തിൻ്റെ മുഴുവൻ ഭാരവും ഏറ്റെടുക്കുന്ന കുറേയധികം ആൾക്കാരുടെ ഒരു എനർജി ഇതിനകത്തുണ്ട്. ഇപ്പോൾ ഉത്തരവാദിത്തങ്ങളൊക്കെ മുഴുവൻ നിങ്ങളുടെ തലയിലായിരിക്കും. അപ്പോൾ കൂടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ അവിടെ നിങ്ങളായിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് ആരും നിങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ കുടുംബത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടാലും അല്ലെങ്കിൽ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടാലും അവസാനം കറിവേപ്പില പോലെ വലിച്ചെറിയും എന്ന് നമ്മൾ പറയത്തില്ലേ, അതുപോലെ അങ്ങനത്തെ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്ന ആൾക്കാർ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതവും അല്ലെങ്കിൽ നമ്മളുടെ ആരോഗ്യവും നമ്മുടെ സന്തോഷവും ഒക്കെ മാറ്റിവെച്ച് മറ്റുള്ളവരുടെ സന്തോഷത്തിനും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നന്മയ്ക്കും വേണ്ടിയിട്ട് മറ്റുള്ളവരെ സെക്യൂർഡ് ആക്കാനുമൊക്കെ അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇപ്പോൾ അവരൊരു തീരുമാനം എടുത്തതായിട്ടാണ് കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ എൻഡ് ആകുന്നു എന്നുള്ളതാണ്. കാരണം ഇവിടെ ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്. ഒരു എൻഡിങ് ആണ്. അതിലൂടെ നിങ്ങൾ പുതിയൊരു ജന്മം എടുക്കുന്നു എന്നാണ്. തീർച്ചയായിട്ടും പുതിയൊരു തുടക്കത്തിലേക്ക് നിങ്ങൾ മാറുന്നു എന്നുള്ളതാണ്.
അപ്പോൾ പാസ്റ്റിനെ ഫുള്ളായിട്ടും വിട്ടുകളഞ്ഞ് ചിലപ്പോൾ ഇത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതായിരിക്കാം, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതായിരിക്കാം. ഇത്രയൊക്കെ നിങ്ങൾ ചെയ്തിട്ടും നിങ്ങൾക്ക് വേണ്ടത്ര മൂല്യം മറ്റാരും നിങ്ങൾക്ക് തരാതിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു നടുപൊടിഞ്ഞ അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എത്ര ജോലി ചെയ്താലും നമ്മളുടെ കൂടെയുള്ളവർ ഒരുപാട് സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഭാരമൊന്നും ഒരു ഭാരമേ അല്ലാതായി പോകും. അപ്പോൾ അതൊരു സന്തോഷമായി നമുക്ക് തോന്നും. പക്ഷേ ഇതിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്താലും മറ്റുള്ളവരെ കാണാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇതിനകത്തുള്ളത്. നിങ്ങളുടെ മാനസികാവസ്ഥയോ അല്ലെങ്കിൽ നിങ്ങളുടെ ശാരീരിക പ്രശ്നങ്ങളോ ഒന്നും തന്നെ മറ്റുള്ളവർക്ക് ഒരു കാര്യമേ അല്ല എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലൊരു അവസ്ഥ നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ അതിനൊരു വഴിത്തിരിവ് സംഭവിക്കുന്നുണ്ട്. ഇവിടെ ഒരു ടവർ കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ മറ്റൊരു വഴിത്തിരിവ് സംഭവിക്കുന്നു എന്നാണ്. അപ്പോൾ നിങ്ങൾ അതിൽ നിന്നുമൊക്കെ പുറത്ത് കടക്കണമെന്ന് തീരുമാനിക്കുന്നുണ്ട്. പുതിയൊരു കാഴ്ചപ്പാടോടെ നിങ്ങളെ ജീവിതത്തെ കാണാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സന്തോഷത്തിന് നിങ്ങളിവിടെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അത് തന്നെയാണ് ഈ ഒരു ക്യൂൻ ഓഫ് കപ്സും നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് അത് നിങ്ങളിവിടെ ചെയ്യാൻ ശ്രമിക്കുക എന്നൊരു മെസ്സേജാണ് നിങ്ങൾക്ക് നൽകുന്നത്. പിന്നെ ഇവിടെ പേജ് ഓഫ് കപ്പിൻ്റെ ഒരു എനർജി ഉണ്ട്. ചില ആൾക്കാർക്ക് ഈ സമയം ഒരു പ്രണയത്തിൻ്റെ ഓഫർ വന്നേക്കാം. അതായത് നിങ്ങളെ ഒരുപാട് സന്തോഷിപ്പിക്കുന്ന, എക്സൈറ്റഡ് ആക്കുന്ന ഒരു ഓഫർ ഈ സമയം വന്നേക്കാം. ചില ആൾക്കാർക്ക് നിങ്ങളുടെ തന്നെ ഒരു ഇൻറ്റ്യൂഷനൊക്കെ വർക്ക് ചെയ്ത് പുതിയ ചില കാര്യങ്ങൾ കണ്ടുപിടിക്കുമ്പോഴുള്ള ആ ഒരു സന്തോഷമാണ് കാണാൻ കഴിയുന്നത്. പുതിയ എന്തോ ഒരു കാര്യം നിങ്ങൾ ഇവിടെ കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വളരെ സ്നേഹം തോന്നുന്ന ഒരു എനർജിയും ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സന്തോഷമാകാം ഇത്. അങ്ങനെയും കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 4 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ കിട്ടാത്ത കാര്യത്തെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്യുന്നു എന്നാണ്. നിങ്ങളുടെ കയ്യിലില്ലാത്തൊരു കാര്യം, ആ കാര്യത്തെ മാത്രം ഫോക്കസ് ചെയ്യുന്ന കുറേ ആൾക്കാരുടെ ഒരു എനർജിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമ്മൾ ആദ്യം നമുക്കുള്ള കാര്യങ്ങൾക്ക് എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. ഈ ഇല്ലാത്ത കാര്യത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ചിരിക്കുമ്പോൾ നമ്മളിൽ ഇല്ലാത്ത ഒരു എനർജിയെയാണ് നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിരാശയാണ് അട്രാക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ പല കാര്യങ്ങൾക്കും ബ്ലോക്ക് ഉണ്ടാകും. അപ്പോൾ നമ്മുടെ മുന്നിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇപ്പോൾ ചെറിയ കാര്യമാണെങ്കിൽ പോലും അതിന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം എന്നുള്ളതാണ് നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വീടുള്ളതിന്, അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു വാഹനമുള്ളതിന്, നല്ല വസ്ത്രമുള്ളതിന്, ആഹാരത്തിന്, ഇതൊന്നുമില്ലാത്ത ഒത്തിരി ആളുകൾ ഈ ലോകത്തുണ്ട് എന്ന് മനസ്സിലാക്കുക. അതിനാൽ നമ്മൾ ഇല്ലാത്ത കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരിക്കാതെ നമുക്കുള്ള കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക എന്നാണ്. പിന്നെ ഇവിടെ എംപ്രസും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ക്രിയേറ്റീവ് എനർജിയാണ്. നിങ്ങളുടെ ഫെമിനിയൻ എനർജി ആക്റ്റീവ് ആകുന്ന ഒരു സമയമാണ്. ഫെമിനിയൻ എനർജി എന്ന് പറയുമ്പോൾ സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും ക്രിയേറ്റിവിറ്റിയുടെയും ഒക്കെ ഒരു എനർജിയാണ്. അതുപോലെ ഫാഷൻ പോലുള്ള കാര്യങ്ങൾ, അതായത് നിങ്ങളൊരു ബ്യൂട്ടിക്കോ അല്ലെങ്കിൽ പാർലറോ അങ്ങനെ ഫാഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഈ സമയം വളരെ നല്ലതായിരിക്കും എന്നും കാണുന്നുണ്ട്. അതായത് ക്രിയേറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ആ കാര്യങ്ങൾ, അത് നിങ്ങളുടെ പാഷൻ അത് കൂടുതൽ ആക്റ്റീവ് ആകുന്നു എന്നുള്ളതാണ്. മാത്രമല്ല നിങ്ങൾ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ബിസിനസ്സിൽ നല്ലൊരു പ്രോഫിറ്റ് ഈ സമയം ലഭിക്കാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ അബണ്ടൻസിൻ്റെ ഒരു എനർജിയാണ്. നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത കാര്യങ്ങൾക്ക് അതിൻ്റെ ഫലമൊക്കെ ഈ സമയം കിട്ടിത്തുടങ്ങുന്ന ഒരു എനർജിയുമുണ്ട്. അത് തന്നെയാണ് നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിട്ടുണ്ടായിരുന്നത് 9 ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ ഇതിലും അങ്ങനെയാണ് പറയുന്നത്. ഈ സമയം ഫിനാൻഷ്യലി വളരെ നല്ലതായിട്ടാണ് കാണാൻ കഴിയുന്നത്. തീരുമാനങ്ങൾക്കൊരു ദൃഢതയൊക്കെ വരുന്നു എന്നാണ്. നിങ്ങൾ ആലോചിച്ചിരുന്ന കാര്യം, നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന ഒരു കാര്യം, അത് നിങ്ങൾ ചെയ്തു തുടങ്ങുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.